പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നവ്യാണെങ്കിൽ കൂട്ടുകാരി വഴി അറിയുന്നുണ്ടല്ലോ ചന്ദമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല അഭിയാണെന്നുള്ള സത്യങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ. എന്നിട്ട് ആദർശാണെങ്കിൽ പിന്നെ ഇതുപോലെ നവ്യയുടെ ജീവിതം സേഫാക്കാൻ വേണ്ടിയാണ് എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടുകാരി വഴി അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലും നവ്യൊക്കെ ആണെങ്കിൽ ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവ്യാണെങ്കിൽ കൂട്ടുകാരി അടുത്ത് പറയുന്നുണ്ട്, ഞാനിതൊന്നും അറിയാതാണല്ലോ, ഞാൻ ആദർശേട്ടനെ ആണെങ്കിലും എൻ്റെ അനിയത്തി ആണെങ്കിലും എന്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെയൊക്കെ ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ അബിക്കിട്ട് നല്ലൊരു പണി അബിക്കും ജലജയ്ക്കും കൊടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടാണെങ്കിൽ നവ്യ ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ അനന്തപുരിയിൽ. എന്നിട്ട് നമ്മൾ നവ്യ ആണെങ്കിൽ ഇനി ഇവർക്കിട്ടുള്ളൊരു പണി തന്നെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നല്ല തീരുമാനിച്ചിട്ട് തന്നെ നമ്മളെ ജലജയുടെയും അബിയുടെയും മുമ്പിലാണെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ ഒന്നും അറിയാത്ത കണക്ക് നല്ല അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അബിയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എയിം ജ്വല്ലറിയിൽ മാനേജറാക്കി ജോയിൻ ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവരുമായിട്ട് നമ്മൾ എയിം ജ്വല്ലറി ഡേവിഡും ഒക്കെ ആയിട്ടാണെങ്കിൽ നവ്യ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നവ്യ നേരെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും മോൾ ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിലല്ലേ, അപ്പോൾ എന്തായാലും ഈ ഒരു ദുഃഖ വാർത്തയും കൂടെ നിങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അബിയാണെങ്കിൽ പിന്നെ എയിം ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദനാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ഒരുപാട് ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ നീജനിക്ക് വേണ്ടി ഇത്രയും കൂട്ടു നിൽക്കുന്ന എല്ലാവരും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗോവിന്ദൻ ശപിച്ചിട്ടാണെങ്കിൽ ഫോൺ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നവ്യാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവൻ ഈ ചെയ്ത ക്രൂരതയ്ക്കാണെങ്കിൽ അവനിക്ക് നല്ലൊരു മറുപടി തന്നെ അവനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ, അതിനുവേണ്ടി അവനെ എങ്ങനെയെങ്കിലും എയിം ജ്വല്ലറിൽ എനിക്ക് എത്തിക്കണമെന്നൊക്കെ നമ്മൾ നവ്യാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നവ്യയും അബിയാണെങ്കിൽ എയിം ജ്വല്ലറിയിലാണെങ്കിൽ അബി ജോയിൻ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ നവ്യയും അബിയുടെ കൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എയിം ജ്വല്ലറിലാണെങ്കിൽ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ നാഗേന്ദ്രൻ്റെ മോനല്ലേ, അപ്പം എയിം ജ്വല്ലറിയുടെ ഓണറൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു ഇതിൽ അവർ ഭയങ്കരമായിട്ട് ആഘോഷമൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് ആണെങ്കിലും നവ്യ അടുത്താണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല. പക്ഷേ നവ്യയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഡേവിഡ് ആണെങ്കിൽ നമ്മളെ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് മാറ്റിയിട്ട് ആദർശൻ്റെ പേര് അവിടെ വരുത്തിയതൊക്കെ ഉള്ളൊരു സംശയങ്ങളും കാര്യങ്ങളും നമ്മൾ നവ്യയുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും അതിൻ്റെ സത്യാവസ്ഥകളും ഇവരുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ അവിക്കുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അബി എന്തായാലും അവിടെ പറ്റത്തുള്ളൂ എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് പിന്നെ അനന്തപുരിക്കാരുമായിട്ട് ഇത്ര ശത്രുതയെന്നും അതുപോലെ തന്നെ അവരെന്തുകൊണ്ട് ഇവർ ഇത്രയും ഇല്ലാതാക്കാനൊക്കെ ഇവർ ശ്രമിക്കുന്നതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമ്മൾ നവ്യയുടെ മനസ്സിൽ വരുന്നുണ്ട്. അബിയാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അബിക്ക് അറിയത്തില്ല സ്വന്തം അച്ഛനാണ് എയിം ജ്വല്ലറിയുടെ ഓണറെന്നും, അപ്പം അച്ഛനാണ് അബിക്ക് വേണ്ടി ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നമ്മൾ അബിക്ക് അറിയത്തതൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മൾ നവ്യ ആണെങ്കിലും തിരിച്ച് പോവാതെ അവിടെ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചുറ്റിപ്പറ്റിയൊക്കെ നവ്യ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് നമ്മളെ ഡേവിഡ് ആണെങ്കിൽ നാഗേന്ദ്രനിക്ക് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നവ്യയുടെ ശ്രദ്ധയിൽ പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡേവിഡ് എൻ്റെ അടുത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എടോ എനിക്കിപ്പോഴാണ് എനിക്ക് സമാധാനമായത്, എൻ്റെ മോനെയാണെങ്കിൽ എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ പറ്റി, ഇപ്പോൾ എനിക്ക് സമാധാനം ആയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോൻ ഇത്രയും നാൾ അനന്തപുരിക്കാർ അവിടെ ഒരു വേലക്കാരനെ കണക്കൊക്കെ ഇട്ട് അവരിട്ട് എൻ്റെ മോനെ കഷ്ടപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി എൻ്റെ മോനെ എനിക്ക് ഉയരങ്ങളിൽ എനിക്ക് കൊണ്ടെത്തിക്കണമെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഡേവിഡ് ആണെങ്കിൽ തിരിച്ച് പറയുന്നുണ്ട്, അതെനിക്കെല്ലാം അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ സാറിൻ്റെ കൂടെ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നതും, പിന്നെ സാറാണെങ്കിൽ അനന്തപുരിയിലാണെങ്കിൽ അനുഭവിച്ചതൊക്കെ സാറിന് എനിക്കറിയാവുന്നതുകൊണ്ടൊക്കെ അല്ലേ ഞാൻ എല്ലാത്തിനും സാറിൻ്റെ കൂടെ കൂട്ട് നിന്നേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനന്തപുരിക്കാർക്കാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സാറിൻ്റെ കൂടെ ഞാൻ നിന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും സാറിന് ഇപ്പം സന്തോഷമായല്ലോ, മോനും അരികത്തെത്തി, അതുപോലെ തന്നെ മോളും സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ നിന്നിട്ട് ഇനി എല്ലാ കാര്യങ്ങളും നേരിടാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡേവിഡ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, സാറിന് ഇനിയെങ്കിലും അഭിയെടുത്ത് എല്ലാ സത്യങ്ങളും പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാറാണ് ഇപ്പം പിന്നെ ഏഞ്ചലിൻ്റെ ഓണറാണെന്നുള്ള കാര്യവും പിന്നെ സാറ് മുഖേനയാണ് അബിക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുന്നതെന്നും, അതുപോലെ തന്നെ സാറാണ് പിന്നെ അനന്തപുരിക്കാർക്കാണെങ്കിൽ ഇത്രയ്ക്കും അവരെ ഈ തകർച്ചയിൽ കൊണ്ടെത്തിച്ചത് സാറാണെന്നുള്ള കാര്യമൊക്കെ അബിയെടുത്ത് തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ നമ്മൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കേട്ടിട്ടാണ് നമ്മൾ നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് ഡേവിഡിൻ്റെ അടുത്തേക്ക്. നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനാണെന്നോ, അപ്പം അബിയുടെ അച്ഛനാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ കാരണം അബിയുടെ അച്ഛനാണെന്നൊക്കെയാണ് ഇവർ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ സംശയം
ശരിയായിരുന്നല്ലേ, അപ്പോൾ ഇതിന് മുകളിൽ ഒരാളുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് വന്നേക്കെ ശരിയാണല്ലോ എന്നൊക്കെ നവ്യാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ കാര്യം ഒന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരി വഴിയോ അതല്ലെങ്കിൽ നവീൻ വഴിയോ അതെല്ലാവരെയും അറിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അബിക്കാണെങ്കിൽ ഇതൊരിക്കും അറിയത്തില്ല, അബിയുടെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യമൊന്നും അബിക്ക് അറിയത്തില്ല. അബി അറിയുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അച്ഛനും മോനും എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ പിന്നെ അത് ശരിയാവത്തില്ല. അപ്പം അതിനെക്കാട്ടി മുമ്പ് തന്നെ ഇവനിക്കിട്ട് 8ൻ്റെ പണി തന്നെ കൊടുക്കണം. എന്നെ ചതിച്ചവനാണ് അവന്. അത് കണക്ക് തന്നെ ഇത് നന്ദുവിനെയും ഇതിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നന്ദുവിനെ അറിയിക്കണമെന്നൊക്കെ നവ്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ ചതിച്ചവനാണ്, അപ്പം അതുപോലെ തന്നെ ഒരു പെണ്ണിനെയും ചതിച്ചൊരു കുഞ്ഞിനെ കൊടുത്തിട്ടാണെങ്കിൽ അവളെയും കൊല്ലാൻ നോക്കിയവനാണെന്നൊക്കെ ഇങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഇവനെ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നവ്യ അങ്ങനെ ചിന്തിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.